വരുന്നോടി വിളിച്ചെവിടെ വാ, ഇന്ന് രാത്രി നമുക്ക് കൂടാം. നമുക്ക് നല്ല കഥകളും പറഞ്ഞ് വെള്ളമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ പോവാം. നീ വീട്ടിൽ പോയി നിൻ്റെ അമ്മയെ വിളിച്ചോട്ടോ. ഇവിടെ ഇയാൾ ഇടേ, നീ എത്ര വലിയ യോഗ്യനാവണ്ട കേട്ടറി. ഇവിടെ തന്നെ കണ്ടില്ലേ, മോഹൻലാലും മഞ്ജു വാര്യരും കൂടെ എന്തെല്ലാം കൂതറ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നില്ലേ. അതിൻ്റെ 10 കൊടുക്കാതെ ഇവിടെ എത്രയോ നല്ല സുന്ദരികളായ ആളുകൾ കിട്ടും ഇല്ലേ. കേരളത്തിൽ നിന്ന് മുഴുവൻ പെൺപിള്ളേരെ കൊണ്ടിട്ട് ബ്ലൂ ഫിലിം ഷൂട്ടിങ്ങും ഉപയോഗിക്കലുമായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ വർക്ക് ചെയ്തൊരു പയ്യൻ കൊണ്ടുവന്ന് അവിടുത്തെ CIക്ക് പരാതി കൊടുത്തു. ഇവിടെ ഇതാണ് നടക്കുന്ന, സിനിമയല്ല, ബ്ലൂ ഫിലിമാണ് എടുക്കുന്നത്. 101 വട്ടം അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വിറ്റെടുത്തു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തെ കൃത്യസമയത്ത് ചികിത്സിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇനിയും കുറേ കാലം ഇവിടെ ജീവിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി ഓരോ നേതാക്കളെയും മക്കൾ സത്യം പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ്സിലെ നേതാക്കളുടെ മക്കൾ പ്രാർത്ഥിക്കുന്നത് ഈ അച്ഛൻ ഒന്ന് ചത്തിയിട്ടിരുന്ന് MLA ആവാമെന്നായിരിക്കും സത്യമായിട്ട്. സിനിമയിൽ തുല്യവേതനം സ്ത്രീകൾക്കും പുരുഷനും ഒരേ വേതനം വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീപക്ഷ സിനിമകൾ ഉണ്ടാകണമെന്ന് വാദിക്കുന്നുണ്ട്. ഇത്രയും സ്ത്രീപക്ഷ നിയമങ്ങളും സ്ത്രീപക്ഷ നിലപാടുകളും സ്ത്രീ സമൂഹം വാദങ്ങൾ ഉയർത്തുമ്പോഴും സിനിമയിൽ തുല്യത അല്ലെങ്കിൽ സ്ത്രീപക്ഷ സിനിമകൾ ഉണ്ടാകുന്നില്ല നിലവിലും. എന്തുകൊണ്ടാണത്? അത്തരത്തിൽ സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞാൽ തുലാഭാരം പോലെ, അധ്യാപിക പോലെ, അല്ലെങ്കിൽ കണ്ണെഴുതി തൊട്ട് പോലെ സ്ത്രീപക്ഷ സിനിമ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് അതിന് അങ്ങനെ ഒരു പേരിട്ടിരുന്നില്ല. ഇത് സ്ത്രീപക്ഷ സിനിമയാണ് എന്നിട്ടിട്ടില്ല. തുലാഭാരം ആദ്യമായിട്ട് നമുക്ക് ഉർവശി അവാർഡ് വാങ്ങിച്ചെന്ന സിനിമയാണ്. ഇപ്പോൾ ഈ ബ്രാൻഡ് ചെയ്താണ് എല്ലാ കാര്യത്തിലും സംവരണം വേണമെന്ന് പറഞ്ഞത് സ്ത്രീപക്ഷ സിനിമ. ഇപ്പോൾ അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന് അവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഓരോ വർഷം 2 പെണ്ണുങ്ങൾക്ക് 1.5 കോടി രൂപ വെച്ച് കൊടുക്കും. 3 കോടി രൂപ വെച്ച് ഇപ്പോൾ 6 കോടി രൂപ കൊടുത്ത് 4 പടമായിട്ട് ചെയ്തു. അതിൻ്റെ ചെയർമാനായ ഷാജിൻ കരൺ പോലും ആ പടം കണ്ടിട്ടില്ല. പോസ്റ്റർ ഒട്ടിച്ചോന്നുണ്ടോ, ഒട്ടിച്ചെങ്കിലും മൈതാമാവ് വാങ്ങിച്ച പൈസ കിട്ടിയിട്ടില്ല. സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ, വിപ്ലവ സിനിമ അങ്ങനെയൊന്നും ഇല്ലാന്നേ. നല്ല സിനിമ, ചീത്ത സിനിമ, അത്രയേ ഉള്ളൂ. അത് ആണ് ചെയ്യുന്നോ പെണ്ണ് ചെയ്യുന്നോ എന്നുള്ളതല്ല. ഞാൻ കേൾക്കട്ടെ, അഞ്ജലി മേനോൻ എന്ന് പറഞ്ഞ സംവിധായക ഏത് സ്ത്രീപക്ഷത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് കേരളത്തിൽ തിരക്കഥാകൃത്തായ ഉസ്താദ് ഹോട്ടൽ പോലെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് അഞ്ജലി മേനോൻ എഴുതിയത് സ്ത്രീപക്ഷ എഴുത്തുകാരിയായതുകൊണ്ടാണ്. അവർ ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള ഒരു സിനിമ ചെയ്തത് സ്ത്രീപക്ഷ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് ചെയ്ത മഞ്ചാടിപ്പൂരി നിങ്ങൾ കണ്ടു നോക്കിയേ. ഈ ചുമ്മാ അടിച്ചു വിടണമെന്നേ സ്ത്രീപക്ഷം പുര ഈ സംവരണം. പിന്നെ അടുത്ത് ഇവിടെ ലേഡി സൂപ്പർ സ്റ്റാർ, മറ്റേ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വിളിക്കുന്നു. ഏത് സൂപ്പർ സ്റ്റാർ? നിൻ്റെ പടം ഇറങ്ങിയാൽ മൈദാമാവ് വാങ്ങിക്കാൻ പൈസ കിട്ടില്ലെങ്കിൽ നിന്നെ എങ്ങനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കണേ? മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? കാൾ ഷീറ്റ് ഒപ്പിട്ട് മോഹൻലാൽ എനിക്ക് ഒക്ടോബർ 1 മുതൽ നവംബർ 30 വരെ 60 ദിവസം തന്നു എന്ന് എഴുതി തന്നാൽ അപ്പോൾ അത് 18 കോടി രൂപയുടെ ബിസിനസ് നടക്കും. 18 കോടി രൂപ അപ്പം കിട്ടും. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ നിന്നും OTT അല്ലാണ്ട് 18 കോടി രൂപ കളക്ട് ചെയ്യും. ആ പൈസ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ആയിരിക്കണമെന്ന് സൂപ്പർ സ്റ്റാർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 200 കോടി എന്ന് കള്ളം പറഞ്ഞാൽ 260 കോടി രൂപ എന്താ ചിലവാക്കി എടുത്ത ജയിലർ എന്ന് പറഞ്ഞ പടം 600 കോടി കഴിഞ്ഞ് പോകുന്നെങ്കിൽ അതിൽ അഭിനയിച്ച നായകനാണ് സൂപ്പർ സ്റ്റാർ. അല്ലാതെ മൈദാമാവിൻ്റെ പൈസ കിട്ടാത്തോളം എന്ന് ഞാൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ വഹിക്കില്ല. 10 പൈസ ഈ അടുത്ത കാലത്ത് നിങ്ങൾ എടുത്ത് നോക്കൂ, ഒരു 10 പടം എടുത്ത് നോക്കൂ. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ആളിൻ്റെ പടം ഓടിയിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ടോ മുതൽ. ഇത് ചുമ്മാ പത്രങ്ങളും മീഡിയകളും കൂടെ ചുമ്മാ ഹൈപ്പ് ഉണ്ടാക്കി ഇതാക്കണില്ല. പിന്നെ സ്ത്രീപക്ഷ സിനിമ നല്ല പുരുഷന്മാരെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളുടെ വേദന അറിയാവുന്ന പുരുഷന്മാർക്കാണ്. സ്ത്രീ എപ്പോഴും സ്ത്രീക്ക് പാരയാണ്. സ്ത്രീപക്ഷ സിനിമ എടുക്കണമെങ്കിൽ നല്ല പുരുഷന്മാരെ കൊണ്ട് എടുപ്പിക്കാം. അതാണ് നല്ല സിനിമയുടെ ലക്ഷണം എന്ന് ഞാൻ പറയും. കണ്ണെഴുതി പൊട്ടത്തോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിലകനെ പോലെ ഒരു അഭിനയ പ്രതിഭ പറയുകയാണ്, ഞാൻ ആ മഞ്ജു വാര്യരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പെട്ട പാടെ എനിക്കറിയാവൂ. അതാണ് സ്ത്രീപക്ഷ സിനിമ. നിങ്ങൾ എന്താ പറയുക, സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത ഒരു പെണ്ണിൻ്റെ കഥ കണ്ടു നോക്കൂ. അതിൽ സത്യമാഷിനെ അടിച്ചിരുത്തുന്ന വേഷമാണ് ഷീല ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക ആ പടം. അതാണ് സ്ത്രീപക്ഷ സിനിമ. അല്ലാതെ സ്ത്രീകളെടുത്ത് സ്ത്രീകളെ ചുമ്മാ വെറും പോര് രക്ഷപ്പെടാനുള്ള വഴി, അല്ലെങ്കിൽ ചിത്രാഞ്ജലിയിൽ നിന്നൊരു സിനിമ കിട്ടാനുള്ള കളി, അല്ലാതെ വേറെ ഒരു സംഭവമില്ല. ഇവരൊന്നും എടുക്കുന്ന പടം 10 പൈസ കാശിന് വിൽക്കില്ല എന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ പറഞ്ഞു തരും. ഈവൻ ജയിലർ പോലൊരു സിനിമയിൽ പോലും തമന്നെ ഒരു ഐറ്റം ഡാൻസിന് വേണ്ടി മാത്രമായി ഉപയോഗപ്പെടുത്തി എന്ന് അതിനൊരു മാർക്കറ്റിംഗ് തന്ത്രമായി ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രം സ്ത്രീകളെ ചിത്രീകരിക്കുന്നു എന്നുള്ളൊരു വാദവും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങളോട് ആ വേഷത്തിന് ഒരു പുരുഷനെ വെച്ച് ആ ഡ്രസ്സ് ഇട്ട് ചെയ്താൽ നിങ്ങൾ കാണുമോ? അത് തമന്നയെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് വന്ന് ചെയ്താണ്. ഞാൻ ഇത് ഇന്നലെ തമന്നയാണോ? ഹെലൻ എന്ന് പറഞ്ഞ ഹിന്ദിയിൽ ഒരു നർത്തകി ഉണ്ടായിരുന്നു. ഹെലനുള്ള പടം കാണാൻ, അല്ലെങ്കിൽ സിൽക്ക് സ്മിത കടിച്ച ആപ്പിളിന് 1500 രൂപ ലേലം വിളിക്കാൻ ആളുള്ള നാടായിരുന്നു. സിൽക്ക് സ്മിത ഒരു കടി കടിച്ചിട്ട് ഊട്ടിയിൽ വെച്ചൊരു ആപ്പിളിൽ ഒരു കടി കടിച്ചിട്ട് കൊടുത്തതിന് ലേലം വിളിച്ചപ്പോൾ 1500 രൂപയ്ക്കാണ് ഒരു മണ്ടം വാങ്ങിച്ചത്. അതൊന്നും ഒരു കാര്യമില്ലെന്ന്. ഞാനൊരു സിനിമ എടുക്കുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ ഞാൻ കേട്ടെ ആ 2 സീനിൽ വരാൻ 8 കോടി രൂപ എന്തോ കൊടുത്തിട്ട്, ഒഫീഷ്യലല്ല എങ്കിലും പറയാം, 8 കോടി രൂപ എന്തോ കൊടുത്തിട്ട് മോഹൻലാലിന് എന്തിനാ വെച്ചേ?
അത് തമിഴിലൊരു നടനെ കിട്ടൂലേ? കമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോൾ അത് വിജയിപ്പിക്കാനുള്ള ഏത് വഴിയും ആരും നോക്കും. ഇപ്പോൾ തമന്നെ എത്ര ഒരു 5 കോടിയെങ്കിലും ചോദിച്ചു വേണം ആ വേഷം ചെയ്യാൻ. ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പാട്ടിൻ്റെ അതും ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കട്ട് ചെയ്യാൻ 5 കോടി രൂപയെങ്കിലും വാങ്ങിച്ചു കാണും. അത് ആ പടത്തിനതൊരു നായിക പ്രാധാന്യമില്ലാത്തൊരു പടത്തിൽ തമന്നെ ഉണ്ടെന്ന് പറയിക്കാൻ വേണ്ടിയായിരിക്കും അവരത് ചെയ്യിച്ചത്. അത് ബിസിനസ് ആകുമ്പോൾ ഞാൻ കണ്ട് ഇവിടെ സർഫ് കൊടിയുടെ മുതൽ ജാമിൻ്റെ അല്ലെങ്കിൽ ഏതോ ആവട്ടെ ഏത് പരസ്യം എടുത്ത് നോക്കും എല്ലാം പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ചെയ്യുന്നത്. പെണ്ണുങ്ങളെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം. അതുകൊണ്ടല്ലേ അതിനെ അവർ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. കാരണം ഈ പെണ്ണ് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ മോഹൻലാലും മഞ്ജു വാര്യരും കൂടെ എന്തെല്ലാം കൂതറ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നില്ലേ? അതിൻ്റെ 10 കൊടുക്കാതെ ഇവിടെ എത്രയോ നല്ല സുന്ദരികളായ ആളുകൾ കിട്ടും ഇല്ലേ? അതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും ശരി ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും ശരി ഈ മീറ്റു വിവാദം പോലെയുള്ള സ്ത്രീകളെ സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് മാത്രം കാണുന്നൊരു സമീപനമുണ്ടോ? ഒന്നാമത് വിനായകൻ പറഞ്ഞാൽ ഈ മീറ്റു എന്ന് പറഞ്ഞാൽ അതിനെ ലഘൂകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. കാരണം ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറയുക. ഞാൻ ഈ അടുത്ത കാലത്ത് കണിച്ചുകുളങ്ങലിലൊരു സിനിമ ചെയ്തതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. സംസ്ഥാന പോലീസ് എത്രയും പെട്ടെന്ന് അവിടെ റെയ്ഡ് ചെയ്യണമെന്നുണ്ട്. കാരണം അമേരിക്കയിൽ നിന്ന് ഒരു പൊട്ടക്കിളവൻ 10-75 വയസ്സ് കഴിഞ്ഞ ഒരു കാള ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ വെച്ച്. ആ പടത്തിൻ്റെ പേര് വെച്ചാണ് ഇവനെ അറിയുന്നത് ഈ സംവിധായകനെ. അപ്പോൾ എൻ്റെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ച് വെച്ചു ഇന്ന ആളാണ്. ഞാൻ അത് അവൻ ഇവിടെ മാമാപ്പണി തന്നെയാണ് ഞാൻ പറഞ്ഞു. അവൻ ഡയറക്ടർ അല്ല അവൻ പ്രൊഡ്യൂസർ. ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു പാവം മനുഷ്യൻ സിനിമയിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മകൻ മദ്രാസിലൊരു ക്യാമറാമാനുണ്ട്. അവൻ ഷക്കീലെ വെച്ച് ഒരു സിനിമ ഷക്കീലെ പറ്റിച്ച് ഷക്കീലെ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ എടുക്കാനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവർക്ക് ഭാഷ അറിയില്ലല്ലോ. അവരുടെ പല വേഷങ്ങൾ ഡ്രസ്സുകൾ ഇടിച്ച് അഭിനയിപ്പിക്കും. അവൻ അതിൻ്റെ 3 സിനിമയാക്കും. ഒരു സിനിമയുടെ പൈസയാണ് ഷക്കീലേക്ക് കൊടുക്കണം. മനസ്സിലായി? അങ്ങനെ ചെയ്തിരുന്ന ഒരു ദ്രോഹിയായ ഒരു നാറിയും കൂടെ വന്ന് കണിച്ചുകുളങ്ങരയിലൊരു ഹോട്ടൽ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് കേരളത്തിൽ നിന്ന് മുഴുവൻ പെൺപിള്ളേരെ കൊണ്ടിട്ട് ബ്ലൂ ഫിലിം ഷൂട്ടിങ്ങും ഉപയോഗിക്കലുമായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ വർക്ക് ചെയ്തൊരു പയ്യൻ കൊണ്ടുവന്ന് അവിടുത്തെ CIക്ക് പരാതി കൊടുത്തു. ഇവിടെ ഇതാണ് നടക്കുന്ന സിനിമയല്ല ബ്ലൂ ഫിലിമാണ് എടുക്കുന്നത്. നല്ല സത്യസന്ധനായ CI ആയതുകൊണ്ട് അയാൾ ആ പരാതി അപ്പം തന്നെ ആ പ്രൊഡ്യൂസർക്ക് കൈമാറി. നിങ്ങളെ സെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരുത്ത എനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. അവൻ എന്തെന്നറിയോ? അവിടുത്തെ AC പരാതി കൊടുത്തു. ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, അവളുടെ പേര് ഞാൻ മറന്നു. ആ സ്ത്രീക്ക് പരാതി കൊടുത്തു. പറഞ്ഞു ആരോടും പറയണ്ട, ഞാനിത് പൊക്കിക്കോളാം. അപ്പോൾ അവൻ എന്നെ വിളിച്ചിരുന്നു. സാറേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പൊക്കൽ നടക്കും, പൊക്കി അവിടെ ഞാൻ വിവരം അറിയിക്കാം, സാർ അത് വെച്ചൊരു സ്റ്റോറി ചെയ്യണം, ഞാൻ ഒന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു അറിയിപ്പും അറിയിച്ചില്ല. അവരുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ ആരോ അവരെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കാണുമല്ലോ ഈ ഫയലിൽ വയ്ക്കണേ, അവന്മാരാരോ ചോർത്തി കൊടുത്തത് AC പരാതി കിട്ടി. എന്തിനു പറയണേ? സംസ്ഥാന മുഖ്യമന്ത്രിക്കും DGPക്കും വരെ അവൻ പരാതി കൊടുത്തിട്ട് പോലും ഈ പറഞ്ഞ ഷൂട്ടിങ്ങിനിടയിൽ ഒരു റെയ്ഡ് ഒന്നും നടത്തിയില്ല. ഇവിടെ ഹേമ കമ്മീഷനെ വെച്ച് 2 കോടി രൂപയും ചെല്ലാക്കി ഒരു ഫയലൊക്കെ വാങ്ങിച്ച് അലമാരി പൂട്ടി വെച്ചിട്ടുണ്ട്. ഭരിക്കുന്ന ഒരു വാചകം അടിച്ചാൽ പോരുന്നേ, ആർജവം ഉണ്ടാവണമെന്ന് ഞാൻ പറയും. ഞാൻ ആ പ്രോഗ്രാം ചെയ്തിട്ട് പോലും ഞാൻ വിചാരിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവിടെ അറസ്റ്റ് കിടക്കും. അവൻ ഹാർഡ് ഡിസ്കോ എല്ലാം കൊണ്ട് അവൻ അമേരിക്കയ്ക്ക് മുങ്ങി, അവൻ പോയി. മറ്റേ സംവിധായകൻ മാത്രമേ എൻ്റെ പരിചയമുള്ള ഒരാളിനോട് പറഞ്ഞു, ദിനേശ് ചേട്ടാ എന്നെ ഒരുപാട് ദ്രോഹിച്ചു കേട്ടോ, ഒന്ന് പറയണേ, എനിക്ക് ജീവിക്കാൻ നിർത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിന് കൂട്ടുനിന്നത്. ഞാൻ അങ്ങനെ കൂട്ടിക്കുന്നതിനേക്കാൾ തൂങ്ങിച്ചാവാൻ പറയും. ഒരു പെണ്ണിൻ്റെ ചാരിത്രം ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ചാരിത്രം കവർന്നെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പോയി തൂങ്ങടാന്ന് പറയാം. അല്ലെങ്കിൽ ഈ കരവനെ ആറ്റി ചാടിച്ചത് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ല ഞാൻ ഈ പണിക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ഈ മീട്ടു ആരോ. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ വിജയബാബുവിനെതിരെ സംസാരിച്ച വിജയബാബുവിനെ അനുകൂലിച്ചാണ് ഞാൻ സംസാരിച്ചത്. കാരണം വിജയബാബു ഒരിക്കലും ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. വിജയബാബുവിൻ്റെ ഫ്ലാറ്റിലേക്കാണ് ആ കുട്ടി. ക്യാമറയിലെല്ലാം അതാണല്ലോ. അവർ തമ്മിൽ എവിടെയോ വെച്ചൊരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ തെറ്റി. എനിക്ക് തോന്നുന്നു അടുത്ത പടത്തിലും നീയാണെന്ന് ഇതാണല്ലേ ഉമ്മരൊക്കെ പറഞ്ഞ് പറ്റിക്കണേ. എൻ്റെ അടുത്ത 50 വർഷത്തെ പടത്തിലും നീ എന്നടി എന്ന് പറഞ്ഞായിരിക്കും കൊണ്ടു നടക്കണേ. അത് തെറ്റിയപ്പോൾ അത് മീട്ടുവാക്കി മാറ്റരുത്. അതാണ് ഇവിടെ നടക്കണേ. ഇപ്പോൾ ചീറ്റിംഗ് ആണ്. അപ്പോൾ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ സിനിമയില്ല എന്നുള്ളൊരു ആരോപണം ശരിയല്ലേ? നിങ്ങൾ ഞാൻ ഇല്ല, ഞാൻ വഴങ്ങൂല, നീ എനിക്ക് ശമ്പളം തരണ്ട, നിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കാം, എനിക്ക് പ്രതിഫലം വേണ്ട, പക്ഷേ ഞാൻ കിടന്നു തരില്ല എന്ന് പറയാനുള്ള ആർജവം എന്ന് പെണ്ണിനുണ്ടാവുമോ അന്നേ അവൾ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിന് പകരം സാറേ ഞാൻ എല്ലാത്തിനും റെഡി സാർ, എന്നെ നായിയാക്കിയാൽ എന്ന് പറയുന്നിടത്താണ് ഈ കുഴപ്പം. എന്നിട്ടാണ് ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിനവിടെ എനിക്ക് വയ്പ്പില്ല. പെണ്ണെപ്പോഴും പെണ്ണായിരിക്കണം. അങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളെ എനിക്കറിയാം. പോടാൻ എൻ്റെ ഒരു പട്ടി. ഞാനൊരു പടത്തിൽ വർക്ക് ചെയ്യുന്നു, രാത്രി ലൈറ്റപ്പ് കിടക്കുകയാണ്. മലയാളത്തിൽ മോശമല്ലാതെ മലയാളത്തിൽ ആഗ്രഹിച്ചവർക്ക് കൂടെ ഒക്കെ കിടന്നു കൊടുത്തിട്ടുള്ളൊരു സ്വഭാവം നടി എൻ്റെ അടുത്തിരിക്കുക. ഞാൻ ആ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പടത്തിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നൊരു വലിയ നടൻ, എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരാൾ, അയാൾ മേക്കപ്പൊക്കെ അഴിച്ച് മുഖത്തൂടെയൊക്കെ എണ്ണയൊക്കെ പുരട്ടി തുടച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് തുടച്ച് ഒരു വഷളം ചിരിയോടെ വന്നിട്ട് കഴിച്ചു, വരുന്നോടി വിളിച്ചെവിടെ വാ, ഇന്ന് രാത്രി നമുക്ക് കൂടാം, നമുക്ക് നല്ല കഥകളും പറഞ്ഞ് വെള്ളമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ പോവാം.
നീ വീട്ടിൽ പോയി നിൻ്റെ അമ്മയെ വിളിച്ചോട്ടോ. എടാ ഇയാൾ എടീ നീ എത്ര വലിയ യോഗ്യന്നാവണ്ട കേട്ടറി. എടാ അവർ പരസ്യമായിട്ട് പറഞ്ഞു, എടാ എനിക്കിവിടെ ഈ ചായ തരുന്ന പയ്യനില്ലേ, അവൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ്റെ കൂടെയും പോകും. പക്ഷേ എടാ നായയെ നിൻ്റെ കൂടെ വരില്ലടാ പട്ടി. അയാൾ എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, അതായത് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന ഒരാളാണ്. അയാൾ ചമ്മി എൻ്റെ മുമ്പ് വന്നു. ഞാൻ ഇത്ര നിലവാരമില്ലാതെ ഒരു സ്ത്രീയോട് സംസാരിക്കാം. അയാളൊരു ഒരു ചമ്മിയെ ചിരിച്ചിട്ട് പൊക്കളഞ്ഞു. എനിക്ക് ആ ചേച്ചിയോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം എന്തറിയോ, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുതില്ലേ. അവർ ഒരു 7 പേരുടെ ഇടയിലിരിക്കുമ്പോൾ വരുന്നോടി നമുക്കിന്ന് രാത്രി വെള്ളമൊക്കെ അടിച്ച് കൂടാം എന്ന് പറയുമ്പോൾ പോടാ പട്ടി എന്ന് പറഞ്ഞു. അവർ ഒരു ദോഷവും ആലോചിച്ചില്ല. കാരണം അടുത്തൊരു പടത്തിൽ അവരെ ഇയാളുടെ കൂടെ അഭിനയിക്കാൻ വിളിച്ചാൽ ചിലപ്പോൾ ഇയാൾ പറയും അവരുണ്ടെങ്കിൽ ഞാൻ ഇല്ല. അപ്പോൾ ഇയാളാണല്ലോ ആവശ്യം, ഉപേക്ഷിക്കും. പക്ഷേ അതുപോലെ അവർ ഉപയോഗിച്ചില്ല. അവർ പറഞ്ഞു ഈ ചായ കൊടുക്കുന്ന ചെറുക്കൻ വരെ ഞാൻ കിടന്നു കൊടുക്കും, പക്ഷേ പോടാ പട്ടി നിനക്ക് തരില്ല. അതാണ്, അങ്ങനെ ആയിരിക്കണം പെണ്ണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കൊരു മോളില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞാൽ മോളില്ല എന്നുള്ളതാണ്. ഒരു മോനല്ലേ ആകുള്ളൂ. ആദ്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ ചോദിച്ചു കാണണോ എന്ന് ചോദിച്ചു. പ്രൈവറ്റ് ആശുപത്രി കണ്ട് കാണണം. ഞാൻ വേണ്ട, ഞാൻ പ്രസവിച്ചിട്ട് കണ്ടോളാം. താങ്കൾക്ക് മോനെയാണോ മോളെയാണോ ഇഷ്ടം? മോളെ. മോളാണ് കേട്ടോ. ഓക്കെ. പ്രസവത്തിന് ഒരു 8-10 ദിവസം മുമ്പ് ഒന്നുകൂടി സ്കാൻ ചെയ്തു. ഇത് ചുറ്റി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് എൻ്റെ പറഞ്ഞു വെരി സോറി മോനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. കാരണം എന്താ പറയുക, ഞാൻ അവൾക്ക് അഭിരാമി എന്ന് പേരിടാൻ തീരുമാനിച്ചതാണ്. അത് കമൽഹാസൻ്റെ ഒരു ഗുണ എന്ന് പറഞ്ഞ സിനിമ കണ്ട കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള പേരായിരുന്നു. ഞാനത് വീട്രാക്ക് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന തങ്കപ്പണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അങ്ങേരുടെ മകൾക്ക് ഇട്ട് കൊടുത്തു അഭിരാമി. ഇപ്പോൾ എൻ്റെ മകനൊരു കുട്ടിയായി, അതും പെൺകുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൾക്ക് മഴ ഭരത്ത് എന്നിടാൻ തീരുമാനിച്ചു. മഴ എന്ന് അവൾക്കും ഭരത്ത് എന്ന് എൻ്റെ മോൻ്റെ പേര്. അങ്ങനെ മഴ ഭരത്ത് എന്നിടാൻ ഫിക്സ് ചെയ്ത് വെച്ചു. പ്രസവത്തോടെ അടുത്ത പറയുന്നു ആൺകുട്ടി. അതുപോലെ എനിക്ക് പെൺകുട്ടികളാണ് ബഹുമാനവും ഇഷ്ടവും. പക്ഷേ എൻ്റെ അനുജൻ്റെ മകളെ ഞാൻ എൻ്റെ മോളെപ്പോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി കിടക്കരുതെന്നേ. ഓടാ പട്ടി എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം, അന്നേ പെണ്ണാവും. അപ്പോൾ പഴയ കാലത്തും ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ്, അതായത് സെക്സിന് വഴങ്ങിക്കൊടുത്താലേ വേഷമുള്ളൂ എന്നുള്ളൊരു അവസ്ഥ പണ്ടും ഉണ്ടായിരുന്നു, അതിപ്പോഴും തുടരുന്നു എന്നാണ്. അല്ല, പണ്ടും ഉണ്ടായിരുന്നു. പണ്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇല്ല. പട്ടാള ചിട്ടയോടുകൂടി എന്താ പറയുക, സിനിമാ സെറ്റിൽ ജീവിച്ച ആളാണ് സത്യമാഷ്. ഒരു ഇല അനങ്ങാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? ചെറിയ തെറ്റ് കണ്ടാൽ പോലും അപ്പം അടിച്ചു കൊടുക്കും ആർക്കായാലും. വിവരം കെട്ട സംവിധായകൻ വിവരക്കേട് പറഞ്ഞ് സംവിധാനം ചെയ്താൽ പുള്ളി മിണ്ടില്ല. പക്ഷേ പോണതിന് മുമ്പ് കാറിനടുത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വല്ലതും പഠിച്ചിട്ട് ചെയ്യടോ മറ്റാനെ, എന്ത് മണ്ടത്തരത്താൻ ചെയ്യണം എന്ന് കേൾക്കുന്ന ഒരാളായിരുന്നു. അത്രയും പട്ടാള ചിട്ടയുള്ള മനുഷ്യനായിരുന്നു. നസീർ സാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഹമ്പിളായിട്ട് പെരുമാറുന്ന മനുഷ്യൻ. അവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ നമ്മൾ അന്ന് വ്യഭിചാരശാലയായിരുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യം. അന്നും ഇന്നും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അന്നും ഉണ്ട് ഇന്നും ഉണ്ടെന്ന് പറയുന്ന, അല്ലാതെ എല്ലാവരെയും നമ്മൾ ജനറലൈസ് ചെയ്യരുത്. അന്നും ഈ കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അന്നും മാന്യമായവരുണ്ടായിരുന്നു. ഞാൻ കേട്ടെ ലളിത പത്മിനി രാഗിണി, ആരെങ്കിലും പോയി ചോദിക്കുമോ തിരുവിതാംകൂർ സഹോദരിമാരോട്? അത് അപ്പോൾ അതുകൊണ്ട് കാലത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. അന്നും ഞാൻ കേട്ട നാടകം 1 വർഷം, നിങ്ങൾ നാടക നടിമാരുടെയും നാടക നടന്മാരുടെയും എടുത്ത് നോക്കിയേ, 2 ഭാര്യമാരില്ലാത്ത 2 ഭർത്താക്കന്മാരില്ലാത്ത എത്ര നാടകക്കാരുണ്ടെന്ന് വളരെ കുറച്ച് പേരെ കാണും. കാരണം 1 വർഷം അവരൊന്നിച്ച് ജീവിക്കുമ്പോഴേ എവിടെയോ വെച്ച് മനസ്സിൽ ഒരു ഇഷ്ടം തോന്നുകയും അങ്ങനെയാണ് ഈ നാടകക്കാർക്കൊക്കെ. അപ്പോൾ നാടകത്തിലില്ലാത്ത സിനിമയിൽ എന്താ തോന്നുന്നത്? സിനിമയിൽ കുറേ സിനിമയിൽ ചിലപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർ മാനസികമായി ഒരു പൊരുത്തം വരാം, വന്നുകൂടാ എന്നില്ല. അത് തെറ്റെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ നേരെ മറിച്ച് അവസരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വേഷം തരണമെങ്കിൽ നീ എന്നോട് കിടക്കണമെന്ന് പറഞ്ഞാൽ തെമ്മാടിയെ പല്ലടിച്ച് പറിക്കണമെന്ന് ഞാൻ പറയും. ഒറ്റ അടി അടിച്ചു കൊടുത്തിട്ട് ഇറങ്ങി പോകണം. അല്ലാതെ വിട്ടുവീഴ്ച മനോഭാവങ്ങളെല്ലാം ചെയ്തിട്ട് മീട്ടുവാണ് കേട്ടോ, മലയാള സിനിമ മുഴുവൻ മീട്ടുവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിജയമായിട്ട്. സിനിമയിൽ ഈ അടുത്തിടെ ഉണ്ടായ ലഹരി വിവാദങ്ങളിലാണെങ്കിലും ശരി, പുരുഷന്മാർ മാത്രമാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. സ്ത്രീകളുടെ ലഹരി ഉപയോഗം എത്രത്തോളം? നന്നായിട്ട് എനിക്ക് ഒരുപാട് പേരുടെ കഥകൾ എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ ഇപ്പം തന്നെ ആ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ലഹരി കേസിൽ പെട്ടല്ലോ. അവനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, സാറേ 15 മിനിറ്റിന് മുമ്പ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നിരുന്നുവെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോ പിടിക്കപ്പെടില്ലായിരുന്നു. പകരം ഒരു സംവിധായകനും അയാളുടെ ഭാര്യ നടിയും പെട്ടെന്ന് അവർ കാര്യങ്ങൾ കഴിഞ്ഞ് പോയ ശേഷമാണ് ഇവൻ്റെ കഷ്ടകാലം കൊണ്ട് ആ സമയത്താണ് വന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു അയാളുടെ ഭാര്യ, സാറേ നന്നായിട്ട് ഉപയോഗിക്കും സാറേ, കാരവനകത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. സിനിമയിൽ അത് വേണമെന്നുള്ളൊരു ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. പക്ഷേ അത് വീട്ടിൽ പോയിട്ട് പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവനൊക്കെ പല്ലും പൊടിഞ്ഞ് നട്ടെല്ലാം പൊടിഞ്ഞ് പെട്ടെന്ന് പോവുകയും ചെയ്യും. ശല്യമില്ല കേട്ടോ, അധികകാലം കാണൂല ഇതൊന്നും. ഇപ്പോൾ തന്നെ പലരെയും മുഖങ്ങളൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടു നോക്കൂ, ചാനലിലൊക്കെ കണ്ട് സിനിമയിലൊക്കെ കണ്ടു നോക്കാണ്ടില്ല, എഴുതിക്കാൻ വയ്യാതെ നിൽക്കണേ. പുറകിൽ നിന്ന് 2 ക്രൈം വെച്ചെടുത്താലേ ഇങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളവൻ പോട്ടെന്നേ. പക്ഷേ ഭയങ്കര കഷ്ടമാണ് കേട്ടോ.
കഷ്ടമെന്ന് പറഞ്ഞാൽ 12,000 രൂപയോ 8,000 രൂപയൊക്കെ കൊടുത്ത് നാക്കിൻ്റെ അടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് 8 മണിക്കൂർ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കും. അപ്പോൾ എന്ത് പറ്റുന്നതല്ല, അവൻ 8 മണിക്കൂർ എനർജറ്റിക് ആയിരിക്കും. രാവിലെ എണീറ്റ് പോലെ തന്നെ നിൽക്കും, പയർ പോലെ. പക്ഷേ 8 മണി കഴിയുമ്പോൾ വീണ്ടും ഫീഡ് ചെയ്തില്ലെങ്കിൽ അവന് ചക്ക കുഴയും പോലെ അല്ലെങ്കിൽ കീര വാടിയതുപോലെ ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? അവൻ്റെ ബ്രെയിൻ മുഴുവൻ ഡാമേജ് ആവുകയില്ലേ, അല്ലെങ്കിൽ അവൻ്റെ നെർവസ് മുഴുവൻ പോവുകയില്ലേ. അതൊരു വല്ലാത്ത കഷ്ടമാണ്. പക്ഷേ അത് നമ്മളപ്പോഴും മനസ്സിലാക്കേണ്ടത്, എറണാകുളത്തെ പ്രശസ്തമായ സ്കൂളുകളിൽ കോളേജുകളിൽ ഇത് ലഹരി ഇഷ്ടം പോലെ കിട്ടുമ്പോൾ സിനിമയിൽ മാത്രം കിട്ടരുതെന്ന് നമ്മളെങ്ങനെ ശടിക്കുമെന്ന്. അപ്പോൾ സിനിമ സമൂഹത്തിലല്ലേ, ഉണ്ടാവും. ഞാനിതാ ഇപ്പോൾ കേട്ട ഒരു പുതിയ വിവരം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പറയാമെന്ന് പോലും എനിക്കറിയില്ല. എറണാകുളത്തെ പ്രശസ്തമായ കോളേജുകളിൽ വിദേശങ്ങളിൽ നിന്ന് ചില ഏജൻറ്റുമാർ വഴി ചില പെൺകുട്ടികൾക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ അവൾ ഇവിടെ നിന്നിട്ട് ഫോണിലൂടെ ന്യൂഡായിട്ട് കാണിച്ചു കൊടുക്കുക. ഒരു കാഴ്ചയ്ക്ക് 10,000 രൂപ. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ എനിക്ക് ഗൾഫിൽ നിന്നൊരാൾ അതിൻ്റെ 2-3 വിഷ്വൽ അയച്ചു. അപ്പം ഞാൻ അയാളുടെ ചോദിച്ചു, ഈ കുട്ടി നാളെ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ ഈ കുട്ടിയെ ഞാൻ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കേട്ടാൽ എൻ്റെ വിധി അങ്ങനെ പറഞ്ഞു. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു 5-6 വയസ്സാകുമ്പോഴേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നത് പ്രായപൂർത്തിയായ ആണുങ്ങളുടെ അടുത്തിരിക്കരുത്, കാരണം എല്ലാവരും പീഡകരെന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്, ആരും മടി കയറി ഇരിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വളർത്തുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പ്രായപൂർത്തിയായ നല്ല സുന്ദരി കുട്ടികൾ 10,000 രൂപയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം തുറന്നു കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കേരളത്തിൽ സിനിമയിൽ മാത്രം ഇതുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ സിനിമയുടെ ഒരു ഗ്ലാമറിൽ ഇതൊക്കെ വലുതായി കാണുന്നതേ ഉള്ളൂ. രാഷ്ട്രീയത്തിലില്ലേ, സാഹിത്യത്തിലില്ലേ, ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലില്ലേ. ഇവിടുന്ന് ശനിയാഴ്ച പോകുന്ന എന്താ പറയുക, രാവിലെ പോകുന്ന കന്യാകുമാരി ട്രെയിനിൽ 2 കമ്പാർട്ട്മെൻറ്റിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേര് 2 കമ്പാർട്ട്മെൻറ്റിൽ കയറി അപരിചിതരെ പോലെ ഇരിക്കുകയും കന്യാകുമാരി ചെന്നിറങ്ങിയാൽ ഈ സ്ഥാപനത്തിൻ്റെ കെയർ ഓഫ് വെച്ച് KTDCയുടെ റൂമെടുത്ത് വൈകുന്നേരം വരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് വൈകുന്നേരം അതുവരെ ട്രെയിനിൽ 2 പേര് 2 കോച്ചിൽ ഇറങ്ങി 2 ഇടത്ത് വന്ന് തമ്പാനത്ത് വന്ന് ഇറങ്ങി പോകുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടും. ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് ആരെ ചോദിക്കുക, സർക്കാർ ഉദ്യോഗമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം നമുക്ക് എങ്ങനെയും കാശുണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. നിങ്ങൾ എത്ര തെമ്മാടിയായാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു വിദേശ വില കൂടിയ കാറും ഇത്ര ഉള്ളൊരു ഫോണും അല്ലെങ്കിൽ ഒരു ബുള്ളറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഏത് പെണ്ണും വീഴുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ കഷ്ടമാണ്. അത് സിനിമയിൽ മാത്രമല്ല, അതാണ് പ്രശ്നം. നമ്മുടെ സിനിമയുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ വർഷത്തിൽ പുറത്തിറങ്ങുന്ന സിനിമകളുടെ എണ്ണം 100-ന് പുറത്താണ്. 100-ഒന്നുമില്ല, 160 എന്തായാലും ശരാശരി നോക്കിയാൽ പോലും 100-ന് പുറത്ത് സിനിമകളുണ്ട്. പക്ഷേ വിജയിക്കുന്നത് 4-5 സിനിമകൾ മാത്രമായിരിക്കും നിർമ്മാതാവിന് പൈസ തിരിച്ചു കിട്ടുന്നത്. ബാക്കിയുള്ള സിനിമകളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരുടെയും അതിനുവേണ്ടി പൈസ മുടക്കുന്നവരുടെ അവസ്ഥയെ പറ്റിയോ, അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്നത്? ബ്ലാക്ക് മണി ആയിരിക്കാം, അത് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളാണോ? എന്തായിരിക്കും ഈ പരാജയ സിനിമകളുടെ പിന്നിലുള്ള നിർമ്മാതാക്കളുടെയോ അല്ലെങ്കിൽ ആ സിനിമകൾക്ക് മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ ഊഴം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 40 വർഷമായി. അസിസ്റ്റൻ്റ് ഡയറക്ടറായി സിനിമ വന്നിട്ട് ഞാൻ ചെയ്ത ബംഗ്ലാവിലെ ഓടിയില്ല എങ്കിൽ പോലും ആ പടം സിനിമ എടുക്കാനറിയാത്ത ഒരു മണ്ടൻ ചെയ്തതാണെന്ന് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത വലയം എന്ന് പറഞ്ഞ സീരിയൽ ദൂരദർശനിൽ റേറ്റിങ്ങിൽ 1ാമത് പോയ സീരിയലാണ്. എന്താ പറയുക, ഞാൻ മികച്ച സംവിധാനമുള്ള ക്രിട്ടിക്സ് അവാർഡ് വാങ്ങിച്ച ആളാണ് ഈ സീരിയലിന്. സിനിമാ ലേഖന മത്സരത്തിന് സ്വർണ്ണ മെഡൽ വാങ്ങിച്ച ആളാണ്. എനിക്കൊരു പടം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇന്ദ്രൻസിനെ വെച്ച് ഒരു ക്രൈം സബ്ജക്റ്റ് ചെയ്യാൻ ഇന്ത്യയിലൊരു ത്രെഡുണ്ട്. ഒരു ക്രൈം സബ്ജക്റ്റ്, അയാളൊരു ഗസറ്റ് റാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഒരു ക്രൈമാണ്. അപ്പോൾ OTTയിലൊക്കെ പറന്നു പോകും, വിൽക്കും. നല്ല സബ്ജക്റ്റാണ്. ഒരു പുതിയ ആളുടെ എറണാകുളത്തുള്ള ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ ഒരു 3 കോടി രൂപ ഉണ്ടെങ്കിൽ ആ സിനിമ ചെയ്യാൻ പറ്റും. എനിക്കൊരു 3 കോടി രൂപയുടെ ഒരു പ്രൊഡ്യൂസറെ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെയും കൂടെ കുഴപ്പമാണ്, ഞാനൊരു കാശുള്ള ഒരാളുടെയും പുറകെ ചെന്ന് നമുക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നത്. കാരണം സിനിമ എടുക്കാൻ വരുന്നവൻ സിനിമ എടുക്കാൻ മാത്രം വരുന്നുവെങ്കിലേ ഞാൻ പറ്റുള്ളൂ. പകരം അതിലെ നായികയെ കിട്ടുമോ അതിലെ സഹനടിയെ കിട്ടുമോ എന്നിട്ട് ഞാൻ അവിടെ ഇട്ടടിക്കും. അതുകൊണ്ട് തന്നെ ഈ പൈസ മുടക്കാൻ വരുന്നവനോട് ആളുകൾ പറയും, എന്തിനടാ വേലയിൽ കിടക്കണ പാമ്പിനെ എടുത്ത് കോണം കൊടുക്കണം, അവനെ വെച്ചാൽ അവൻ ആദ്യ ദിവസം നിനക്ക് അടി ചെയ്തു. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം പറയുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനാണ് സിനിമ എടുക്കുന്നതെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ 5 കോടി കൊണ്ട് കളയണ്ട. നിങ്ങൾ 10 ലക്ഷം രൂപയായിട്ട് മദ്രാസിൽ പോയാൽ മതി. അവിടെ ഏജൻറ്റിന് വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം. അവിടെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള നടികളുടെ പേര് പറഞ്ഞു കൊടുത്താൽ അവർ പറയുന്ന ലക്ഷങ്ങൾ കൊടുത്താൽ ആരും കിട്ടും. നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നും ഈ 5 കോടി കളയണം സിനിമ എടുക്കാൻ? നിങ്ങൾ സിനിമ എടുക്കാൻ വരുമ്പോൾ സിനിമ മാത്രമേ എടുക്കാവൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അതല്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം, മുമ്പ് സിനിമ എടുക്കണമെങ്കിൽ മിനിമം 40 ലക്ഷം രൂപ ഫിലിം വാങ്ങാൻ വേണമായിരുന്നു.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഫോണിലും സിനിമ എടുക്കാമെന്നായപ്പോൾ 4K റെസൊല്യൂഷനിൽ എടുക്കാമെന്നായപ്പോൾ ആർക്കും സിനിമ എടുക്കാമെന്നായി. അപ്പോൾ പിള്ളേർ കളിയായി. ഞാൻ ഇപ്പോഴും പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇത്രയും കലാകാരന്മാർ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. കാരണം ഓരോ പടത്തിൽ ഓരോ സംവിധായകരുടെ പേര് കാണുമ്പോഴേ നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല സംവിധാനം ചെയ്തായിരുന്നു. അപ്പോൾ അത്രയും പേര് സിനിമയെ അത്രയും സീരിയസ് ആയല്ല ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്ത് പറ്റുന്നുണ്ടാൽ എല്ലാവരും പറയുന്ന ഈ സിനിമയിൽ ചാടിക്കുന്ന കഥയെ കേട്ടാൽ ഭയങ്കര രസമാണ്. നായികടക്കമുള്ളവരെ ശരിയാക്കി തരാം, ഇഷ്ടം പോലെ, ചേട്ടൻ എത്ര വേണം ശരിയാക്കി തരാം. പിന്നെ നമ്മൾ പൂജ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 പേർക്ക് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ ഞാൻ അപ്പം ഏഷ്യാനെറ്റിൽ നിന്ന് സാറ്റലൈറ്റ് പൈസ വാങ്ങിച്ചു. പിന്നെ OTT ആ സോണിയൊക്കെ എൻ്റെ പറഞ്ഞ കിടക്കണം ഞാൻ ഒരു സിനിമ ചെയ്ത. അപ്പോൾ ഈ പൈസ മുടക്കാൻ പറഞ്ഞാൽ പൊട്ടം ആലോചിക്കണം എവനാ സോണിക്കാർ എന്തടിസ്ഥാനത്തിൽ അവൻ്റെ പുറകെ കിടക്കണം, ഇതൊന്നും ആലോചിക്കില്ല. അപ്പോൾ ചേട്ടൻ ആലോചിക്കുന്നത് ചേട്ടൻ എല്ലാം കൂടെ ഒരു 1 കോടി രൂപ മുടക്കിയാൽ മതി. പടം തീരുന്നതിന് മുമ്പേ ചേട്ടന് ഞാനൊരു 5 കോടി രൂപ അങ്ങോട്ട് തരും. ഇവൻ ചാടി വിടുന്ന് 1 കോടിയും കൊണ്ടുവന്ന് ഇറങ്ങും. 1 കോടി അവൻ്റെ ആകെ കാണുള്ളൂ. തീരൂല. ഇവൻ എല്ലാം വിറ്റ് ഇറക്കി, ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് ഇത് കൊണ്ടിറക്കി. സാറ്റലൈറ്റും പോവില്ല, OTTയും പോവില്ല, തിയേറ്ററിലും വരില്ല. പക്ഷേ വീണ്ടും ഇത് എനിക്ക് തോന്നുന്നു സിനിമ എടുക്കാൻ അറിയാമോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ മെറിറ്റ്. പൈസയുള്ള നിങ്ങളെ എങ്ങനെ ചാടിക്കാൻ അറിയാം എന്നുള്ളതാണ് ആദ്യം പഠിക്കാനുള്ള സിനിമയിൽ. അത് പഠിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് പഠിക്കാത്ത. നിങ്ങളങ്ങനെ പഠിച്ചുവെങ്കിൽ നിങ്ങൾക്ക് സിനിമ എടുക്കാൻ പറ്റും. ആ സിനിമ പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ദയനീയമായി പൊളി. ഒരു ഷോ കളിക്കാൻ തിയേറ്ററിൽ ഒന്ന് കെഞ്ചണം കാണാം. ഒരു ദിവസം ഒരു ഷോ കളിച്ചാൽ അതെന്ത് അല്ല, ഒരു ഷോ കളിച്ചാൽ ഞങ്ങൾക്ക് OTTക്ക് വയ്ക്കാം. ഒരു തേങ്ങ എടുക്കില്ല OTT. മോഹൻലാലിൻ്റെ പടം എടുക്കുന്നില്ല, പിന്നെ അല്ലേ ഇത്. അതാണ് അവസ്ഥ. സിനിമ വിട്ടൊരു ചോദ്യം, പൊളിറ്റിക്സിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ചു. അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം മരിച്ചതിന് ശേഷവുമുള്ള ഒരിത്, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പോലും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1001 വട്ടമല്ലേ, 1001 വട്ടം അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വിറ്റെടുത്തു എന്ന് ഞാൻ പറയും. അദ്ദേഹത്തെ കൃത്യസമയത്ത് ചികിത്സിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇനിയും കുറേ കാലം ഇവിടെ ജീവിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ മകന് ക്രൈസ്റ്റ് നഗറിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ മകന് ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരനായ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുടുംബത്തോട് വലിയ ഇഷ്ടമാണ്. പക്ഷേ ആ മനുഷ്യൻ അവർ കൃത്യസമയത്ത് കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി ചികിത്സിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കുറേ കാലം കൂടി ഇവിടെ ജീവിച്ചതിന്. അതേപോലെ അദ്ദേഹത്തിൻ്റെയും ഉദാസീനത കാണും. അദ്ദേഹം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ മകൻ പറയുന്ന കേട്ടില്ലേ, മരുന്നാണ് ചികിത്സയാണ് മരുന്ന് എന്ന് പറഞ്ഞു. ഒരു ദൈവത്തിനെ പ്രാർത്ഥന, ദൈവത്തിന് വേറെ ഒരുപാട് ജോലിയുണ്ടെന്ന്. അതിലൊക്കെ ചെന്ന് ചാടി കൊടുത്തിട്ട് പ്രാർത്ഥനയിലൂടെ ഇപ്പം ക്യാൻസർ മാറ്റിക്കളയാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ ഇപ്പം നയനാരെ പോലെ ഒരാളെ കൊണ്ട് നിങ്ങൾ കണ്ടിട്ട് ഓർമ്മയുണ്ടോ എന്ന് എനിക്കുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ മഴയത്താണ് നയനാർ മരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ എന്താ പറയുക, റോഡിൽ ജനസഞ്ചയമായിരുന്നു. പക്ഷേ ഇതുപോലെ ബ്ലോക്കാക്കി ബിസിനസ് ആക്കിയിട്ടില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, മറ്റേ ലോട്ടറി ടിക്കറ്റ് അടിച്ച് ഉമ്മൻചാണ്ടിയെ പ്രാർത്ഥിച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തപ്പോൾ 20,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൊണ്ടൊന്ന് എഴുതി ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇന്നലെ എനിക്ക് ഒരാളിട്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി കിടക്കുന്നിടത്ത് അങ്ങനെ മാത്രമേ ഉള്ളൂ, ആരുമില്ലാന്ന്, എല്ലാം പോയി, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാം വിട്ടു. ഇതൊരു അങ്ങനത്തെ കപടതകൾ ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ കോൺഗ്രസിനെ പറ്റി ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ആ പാർട്ടിയുടെ ഒരു ഗതികേട് ആലോചിക്കുന്നത്, നെഹ്റു മരിച്ചതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഉണ്ടായി, ഇന്ദിരാഗാന്ധി മരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് രാജീവ് ഗാന്ധി ഉണ്ടായി, രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉണ്ടായി, ഇവിടെ കാർത്തികൻ മരിച്ചതുകൊണ്ട് ശബരിനാഥ് ഉണ്ടായി, PT തോമസ് മരിച്ചതുകൊണ്ട് ആ സ്ത്രീ MLA ആയി, ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചതുകൊണ്ട് ഈ ചെറുക്കനായി. അല്ലെങ്കിൽ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഏക്കൻ്റെ മോനേക്കാളും മണ്ടനാണ്. വർത്താനം വാ തുറന്നാൽ മണ്ടത്തരേ പറയും. കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ അപ്പ പുതുപ്പള്ളി കൊണ്ടുവന്നെന്ന് പറഞ്ഞ മണ്ടനാണ്. അല്ല, ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുപ്പള്ളിയിലെന്ന് പറയുക. പിന്നെ 1970 MLA ആയ ഉമ്മൻചാണ്ടി 1968 കോട്ടയത്ത് വന്ന് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചെന്ന് പറയുക. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും KSFയുടെ ബ്രാഞ്ചില്ലേ എന്ന് ചോദിക്കുക. പക്ഷേ ഞങ്ങൾ ആലോചിച്ചു, ഉമ്മൻചാണ്ടിക്ക് പോലും കിട്ടാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് ആ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. പക്ഷേ ചക്ക വീണ് മൊയിൽ ചത്തു എന്ന് വിചാരിച്ചിട്ട് ഇനി ഓരോ നേതാക്കളെയും മക്കൾ, സത്യം പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ്സിലെ നേതാക്കളുടെ മക്കൾ പ്രാർത്ഥിക്കുന്നത് ഈ അച്ഛൻ ഒന്ന് ചത്തി ഇട്ടിരുന്ന് MLA ആവാമെന്നായിരിക്കും. സത്യമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ്. എൻ്റെ അച്ഛൻ ഇനിയും ഒരു 10-15 വർഷം പോകുന്നുള്ളൂ, നല്ല ആരോഗ്യമുണ്ട്, ഇയാളൊന്ന് ചത്തി ഇട്ടിരുന്ന് MLA ആവായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോയി നിൽക്കുന്നത്. ആ പാർട്ടിയുടെ ഗതികേടാണെന്ന് ഞാൻ പറയും. അത് ഗതികേടാണ്. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ആദ്യ ഭരണത്തിൽ പ്രളയവും നിപ്പയും വന്നതിൻ്റെ ഒരു സെൻറ്റിമെൻസിലാണ്, അല്ലെങ്കിൽ എന്താണ്, കിറ്റിലൂടെയാണ് രണ്ടാം ഭരണം കിട്ടിയതെന്ന് ആരോപണമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭരണത്തിൽ ഒരു ഇടതുപക്ഷക്കാരനെന്ന നിലയിൽ താങ്കൾ തൃപ്തനാണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ ഞാൻ തൃപ്തനാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും തൃപ്തനാണ്. കാരണം എന്തറിയോ,
ഞാനെപ്പോഴും ഇപ്പോൾ എനിക്ക് പേടി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി മരിച്ചാൽ, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും പറയാം, പിണറായി മരിച്ചാൽ എൻ്റെ പാർട്ടി ആര് നയിക്കുമെന്ന് ഞാൻ ആലോചിക്കുക. പിണറായിയോളം ശക്തനായ ഒരു നേതാവ് വേറെ വളർത്തിയെടുത്തിട്ടില്ല. അത് ഭയങ്കര ദോഷമാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. CPM നയിക്കാൻ പിണറായിയെ കഴിഞ്ഞാൽ അച്യുതാനന്ദനെ പോലെ ഒരു വടവൃക്ഷത്തിൻ്റെ മുന്നിൽ, ഞാൻ ആരാധനയോടെ കാണുന്ന VS മുന്നിൽ ഒരു പിണറായി ഇല്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി എന്തായി പോയത്? അപ്പോൾ അങ്ങനെയുള്ള പിണറായിക്ക് ശേഷം ആരെന്നാലോചിച്ചാൽ എൻ്റെ ഉത്തരമില്ല. അതുപോലെ ഇടതുപക്ഷം അടുത്ത ഇലക്ഷനിൽ തോറ്റെന്ന് വെച്ചോളൂ, ആരാ കേരളം ഭരിക്കണേ? UDF കിട്ടിയാൽ ആര് ഭരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഉമ്മൻചാണ്ടിയുടെ മോനാണോ കേരളം ഭരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന VD സതീശനാണോ? തെമ്മാടിത്തരം മാത്രം പറയുന്ന സുധാകരനാണോ കേരളം ഭരിക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കൂ. മറ്റേ ആ മോൻസൻ്റെ അവിടെ പോയി മറ്റേ വാളുമൊക്കെ പിടിച്ച് ചികിത്സയ്ക്ക്, ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് പോയ സുധാകരനാണ് അവിടെ ഭരിക്കുന്നത്. സുധീരനെ പോലുള്ളവർക്കൊന്നും യാതൊരു റോളും ഇല്ലല്ലോ. പിന്നെ എനിക്ക് പ്രതീക്ഷയുള്ളത് K. മുരളീധരനെയാണ്. പക്ഷേ മുരളീധരനെ അവർക്ക് വേണ്ടല്ലോ. ശശി തരൂർ പിന്നെ, പക്ഷേ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ശശി തരൂരിന് ഈ തിരുവനന്തപുരത്തൊരു കുഴപ്പമുണ്ട്. ഈ പരന്ന പാത്രത്തിൽ നിങ്ങൾ ഒരു പിടി ഞണ്ടുകളെ വിട്ടാൽ ഒരു ഞണ്ടും പാത്രത്തിൽ നിന്ന് പുറത്തു പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ഇങ്ങനെ കയറി അപ്പുറത്തേക്ക് ചാടാൻ പോകുമ്പോൾ വാലിൽ പിടിച്ച ഒരു ഞണ്ട് പിടിച്ച് താഴെ ഇടും. ഒരു ഞണ്ടിനും പുറത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസ്സിലെ ഒരാൾ രക്ഷപ്പെടാൻ വന്നാൽ രക്ഷപ്പെടാൻ ശശി തരൂരിന് കിട്ടിയ ഒരു എന്താ പറയുക, ജനപിന്തുണ വെച്ച് ഒരു വളർത്തിയെടുത്തിരുന്നെങ്കിൽ ഇപ്പം ശശി തരൂർ എവിടെ നിന്നെന്ന് അറിയാം. അപ്പം എന്താ പറയുക, എടാ വെട്ടറാനെ എന്ന് പറഞ്ഞ് ചുറ്റും നിന്നും വിട്ടില്ല. ആകെ ഒരു മുരളീധരനോ അല്ലെങ്കിൽ ആ കോഴിക്കോട് MP അയാളൊക്കെ ഉള്ളൂ സപ്പോർട്ട്. ബാക്കി ഒരാളും ശശി തരൂരിനെ നമ്മളുടെ സീറ്റ് നമുക്ക് തന്നെ കിട്ടണം. ഇപ്പം തന്നെ പറഞ്ഞ കേട്ടില്ലേ, സരിത എന്ന സ്ത്രീയുടെ കേസിൽ പറഞ്ഞ കേട്ടില്ലേ, 2 ആഭ്യന്തരമന്ത്രിമാർ ഉമ്മൻചാണ്ടിയെ തെറിപ്പിച്ചിട്ട് ആ കസേരയ്ക്ക് വേണ്ടി ഒരുപാട് കളിച്ചു. അതാണ് സരിത കേസെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു. 2 ആഭ്യന്തരമന്ത്രിമാരാരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല. 2 പേരും എത്രയോ കാലമായി ഉടുപ്പടിച്ച് നടക്കണം എന്നറിയും. ഇതൊന്നും ചത്ത് കിട്ടി കയറാന്ന് പറഞ്ഞിരിക്കണം. പക്ഷേ അപ്പോഴത്തേക്കും ഇവിടുന്ന് ഭരണം പോയി. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചിരുന്നെങ്കിൽ ഇവർ അടികൂടി അതിൽ ആരെങ്കിലും ഒരാൾ അപ്പോൾ പെരുന്നപ്പോൾ പറയും ചെന്നിത്തല ആവട്ടെ, എൻ്റെ വളർത്ത് പോകാൻ ആവട്ടെ എന്ന് പറയും, ചെന്നിത്തല മുഖ്യമന്ത്രി ആയതിനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ആര് പിണറായിക്ക് പകരം നിങ്ങൾ പറ, UDF നിന്ന് ആര് മുഖ്യമന്ത്രിയാവും? അതൊരു വലിയ ചോദ്യമാണ്. അതാണ് പ്രശ്നം. അതാണ് എന്നെ അലട്ടുന്നൊരു പ്രശ്നം. കേരളം പിണറായിക്ക് മുമ്പും പിണറായിക്ക് ശേഷവും എന്ന് ചിന്തിച്ചാൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. കാരണം പാർട്ടിയിൽ നിങ്ങൾ ആലോചിച്ചു, വീരശൂര പരാക്രമിയായ എത്രയോ ആൾക്കാരുണ്ട്. അവരെ ഏകകണ്ഠമായി പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏകാധിപതി എന്ന് എന്തുവാണെന്ന് നിങ്ങൾ വാക്ക് ഉപയോഗിച്ചു. പക്ഷേ ഞാൻ പറയും ഇതാണ് ശരി, ഇങ്ങനെ ചെയ്യണം എന്ന് പാർട്ടിക്ക് അടിയുറച്ച രീതിയിൽ VS പോലും വകവയ്ക്കാതെ ചെയ്യണമെങ്കിൽ അതിൽ പിണറായിക്ക് കഴിഞ്ഞുള്ളൂ. കൊടിയേരിക്കൊന്നും കഴിയില്ല, പാവമല്ലേ. അപ്പോൾ പിണറായിക്ക് ശേഷം ആര് പാർട്ടിയെ നയിക്കുമെന്നാണ്. എന്നാലും ഞാൻ മനസ്സിലാലോചിക്കുന്നു, സ്വരാജിനെയൊക്കെ പോലുള്ള പുതിയ തലമുറയിൽ ജനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. എങ്കിൽ പോലും ഒരു പിണറായി എന്ന് പറഞ്ഞാൽ അത് പിണറായി തന്നെയാണെന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭരണം 5 വർഷം കഴിഞ്ഞാൽ, ഇനി 2.5 വർഷം കൂടെ കഴിഞ്ഞാൽ മാറണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പകരം ആര് വരണം? സുരേന്ദ്രൻ വന്നാൽ മതിയോ BJPയിൽ? നമ്മൾ ആലോചിച്ച് വാ തുറന്നാൽ എന്തെങ്കിലും ഒരു കാര്യം. ആകെ ഉണ്ടായിരുന്ന PP മൂന്തൻ ചേട്ടനാണ്. ഞാൻ ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്തു പുള്ളിയെക്കുറിച്ച്. കണ്ട കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് പേര് എന്നെ വിളിച്ചു, സഖാവേ നിങ്ങൾ PP മൂന്തനുമായിട്ട് പരിചയമുണ്ടോ? അവനുണ്ട്. ഞാൻ മൂന്തേട്ടാന്ന് വിളിക്കുന്നത് ചേട്ടാന്ന് അത്രയും ആത്മാർത്ഥത്തോടെയാണ് വിളിക്കണേ എന്ന് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലിലൊക്കെ തൊട്ട് തൊഴുക. അങ്ങനെ ഞാൻ തൊട്ട് തൊഴുതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പറയണേ. എവിടെ വെച്ച് കണ്ടാലും മൂന്തേട്ടൻ്റെ കാലിൽ തൊട്ട് തൊഴും. ആ മൂന്തേട്ടനെ പോലെ ഒരാളിന് പോലും സ്പേസ് ഇല്ലാതെ പോയ ഒരു പാർട്ടിയാണ് ദേശീയ പാർട്ടിയായ BJP. അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 12,000 എന്തോ വോട്ട് പിടിച്ച പുതുപ്പള്ളിയിൽ ഇപ്പോൾ 5,000 പിടിച്ചിട്ടും ഇയാൾ കെട്ടിവെച്ച് കാശ് പോയപ്പോഴും മറ്റും പറയുന്നത്, സുരേന്ദ്രൻ പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ദയനീയ പരാജയമല്ലേ അവിടെ ഉണ്ടായത്? ദേശീയ പാർട്ടിയാണ്. അപ്പം നിങ്ങളാ പറയൂ, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയൂ. കേരളത്തിൽ 2.5 വർഷം കൂടെ കഴിയുമ്പോൾ പുതിയ അധികാരത്തിൽ വരേണ്ടത് ആര്? അത് കാലം തന്നെ തെളിയിക്കട്ടെ. അത്രേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ഉത്തരം മുട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞ. അതാണ് പ്രശ്നം. അതാണ് പിണറായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പരാതികളും പരിമിതികളും ഞാൻ കേൾക്കട്ടെ. ഇപ്പം നിയമസഭയിൽ അദ്ദേഹത്തെ തറ്റെടുത്ത് കുറേ എണ്ണം വന്നിടന്ന് വാചകം അടിച്ചപ്പോഴും അങ്ങേര് പറഞ്ഞെന്തിനെന്നറിയാമോ? ദല്ലാൾ നന്ദകുമാറിനുടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞവനാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ദല്ലാൾ നന്ദകുമാർ പറയുന്നത് കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല. ഞാൻ VS റിവ് എന്ന് പറഞ്ഞ് വെല്ലടിച്ചത് പിണറായി റിവായി പോയി. അദ്ദേഹം കാപ്പി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇഡലി എന്തോ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കയറി ചെന്നപ്പം നിങ്ങളെന്തിനാ ഇവിടെ കയറുന്നു, ഇറങ്ങുമോ പുറത്ത് എന്നേ പറഞ്ഞുള്ളൂ, കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടൊന്നും പിണറായിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിണറായിയെ എത്ര പേര് എത്ര ചുറ്റും നിന്ന് ആയുധങ്ങളുമായി നിൽക്കുന്നു. അയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയില്ലേ. ചിലപ്പോൾ പാർട്ടിയിലെ പോലും അത്രയും പിന്തുണയില്ലെങ്കിലും പുള്ളി നിൽക്കും. അതാണ് പ്രശ്നം. എല്ലാം വിട്ടിട്ട് ശാന്തിവിള ദിനേശിൻ്റെ ഭാവി പരിപാടികൾ എന്താണ്? ഭാവി ഞാനിപ്പോൾ ഒരു അലസനായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കൊറോണ ഉണ്ടായപ്പോൾ വീട്ടിൽ തന്നെ കുത്തിയിരുന്നപ്പോഴാണ് എൻ്റെ ഒരു
ഇൻ്റർവ്യൂ എടുക്കാമെന്നൊരു പയ്യൻ എന്നോട് ചോദിച്ചത്, സാറേ മാസ്റ്റർ ബിൻ അടക്കം എൻ്റെ ലക്ഷ്മി ടോക്ക് അടക്കം എല്ലാ ചാനലിനും സാർ ഇങ്ങനെ ദിവസവും ഇൻ്റർവ്യൂ കൊടുക്കുന്നു. സാറേ ഞങ്ങളൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, സാറെന്ത് സാറേ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബ് അങ്ങനെയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി തരാം സാറേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുന്നോട്ട് സംസാരിക്കില്ല, അവൻ എനിക്കൊരു പണി തന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല. എങ്കിൽ പോലും അവൻ പറഞ്ഞതിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ യൂട്യൂബ് ചാനലുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. സന്തോഷമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലല്ലൊന്നുമില്ല, 16,000 രൂപ വാടക കൊടുക്കാൻ പറ്റുന്നുണ്ട്, കറണ്ടിന് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുത്ത് സുഭിക്ഷമായി ജീവിക്കാനുള്ള വരുമാനം ഇതിൽ കിട്ടിയപ്പോൾ ഞാൻ ഈ സിനിമയും സീരിയലിനെയൊക്കെ അങ്ങ് വിട്ട്. കാരണം ഒരു ചാനലിലും ചെന്ന് എനിക്ക് കാലെ പിടിക്കാൻ വയ്യ. ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കുണ്ട്. ആ സിനിമ സീരിയലാക്കാനായിട്ട് മഴവിൽ മനോരമയിലെ എഗ്രിമെൻ്റ് വെച്ച് ഒപ്പിട്ട് പുറത്തിറങ്ങി അതിൻ്റെ നിർമ്മാതാവായ ആൽവിൻ ആൻ്റണി 10,001 രൂപ അഡ്വാൻസ് തന്ന ആളാണ് ഞാൻ. സീരിയൽ നടന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ചാനലുകാർ അത് കഴിഞ്ഞപ്പോൾ എന്നോട് വ്യക്തിത്വം ഇല്ലാത്തൊരു കളി കളിക്കാൻ തുടങ്ങി. ഞാൻ വേറെ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു സീരിയൽ ഒപ്പിട്ട ശേഷം ഒരു ചാനലിൽ നിന്ന് ഒരു സീരിയൽ കിട്ടാൻ ഓരോരുത്തർ തപസ് ചെയ്യുമ്പോൾ സാങ്ഷൻ ആക്കിയ ശേഷം അഡ്വാൻസ് വാങ്ങിയ ശേഷം എൻ്റെ ജോലിയൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ വ്യക്തിത്വമുള്ളവനാണ്. 3.5 വയസ്സ് വരെ ഉള്ള ആളെ അച്ഛാന്ന് വിളിച്ചുള്ളൂ, അതിന് മാറ്റി വിളിക്കില്ല, നിൻ്റെ സീരിയൽ വേണ്ട അങ്ങനെ പറഞ്ഞവൻ നടക്കുന്ന ഒരു കാലമാണ്. എങ്കിലും ഞാനിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ ശരീരം വിറ്റ് ജീവിച്ച നളിനി ചേച്ചി എന്ന്, നളിനി ജമീല എന്ന് പറഞ്ഞൊരു അവരുടെ ആത്മകഥയുടെ റൈറ്റ് ചെയ്യാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് വിദ്യാബാലനെ വെച്ച് ആ സിനിമ ചെയ്യണമെന്നുണ്ട്. ഇന്ത്യ മുഴുവൻ അറിയുന്നൊരു സിനിമയായിരിക്കും. ഒരു 30 കോടി രൂപ മുടക്കാമെങ്കിൽ ചിലപ്പോൾ അതൊരു 100-300 കോടി രൂപ ഉണ്ടാക്കാവുന്ന സാധനം. കാരണം അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാവുന്ന സബ്ജക്റ്റ്. 40 വർഷത്തിൻ്റെ അധികാര ചിഹ്നങ്ങളെല്ലാം ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞിരുന്ന കെ കരുണാകരൻ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സ്വന്തം മക്കൾ പോലും തള്ളിപ്പറഞ്ഞ് വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ കെ കരുണാകരൻ കഴിഞ്ഞ 40 വർഷം ഞാൻ കേരളത്തിന് എന്ത് നൽകി, ഞാൻ കേരളം എനിക്ക് എന്ത് നൽകി എന്ന് ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റ്, ഭയങ്കര വിവാദം ഉണ്ടാക്കാവുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഉണ്ട്. ഈ പറഞ്ഞ സുഖേട്ടൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ചെയ്യാവുന്ന ഒരു കോമഡി സബ്ജക്റ്റ്. കറുത്ത നായകനായിരിക്കണം, അപ്പോൾ ലാലായാലും മതി. പക്ഷേ വെളുത്ത നായികമാരായിരിക്കും. ഖുശ്ബുവിനെ മീനയൊക്കെ പോലുള്ള ഒരു വെളുത്ത നായികയും വേണം. സുഖേട്ടൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു KSFയുടെ ഒരു മാനേജർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഈ സ്ഥലം മാറി വരുമ്പോൾ അയാൾ പെട്ടുപോകുന്ന ചില കളികൾ കോമഡിയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രൻസിനെ വെച്ച് ഞാനുള്ള ഒരു ക്രൈം എൻ്റെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇരിപ്പുണ്ട്. പക്ഷേ അബീരെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഒരാളുടെയും പോയി ഇങ്ങനൊരു സാധനമുണ്ട് നമുക്ക് ചെയ്യാമോ എന്ന് ചോദിക്കാത്തടത്തോളം കാലം എന്നെ അന്വേഷിച്ചാലും വരാൻ വഴിയില്ല. പലരും കാനഡയിൽ നിന്നും UK എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട്, വരട്ടെ നമുക്ക് ചെയ്യാം, അത് UK നമ്മുടെ പൈസ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ തുകയില്ലേ, 5 കോടി നമുക്ക് ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. വരട്ടെ, വരികയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഫ്ലവേഴ്സുമായിട്ടൊരു സീരിയലിൻ്റെ കാര്യം സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയും പ്രശ്നമാണെന്ന് ശ്രീകണ്ഠൻ ചേട്ടൻ അവിടെ ആ സീരിയലിൻ്റെ ചുമതലയുള്ള ആളിനോട് പറഞ്ഞു, ടെലിവിഷൻ പറ്റേണ്ടിയെന്നൊക്കെ പുള്ളി രാജിവെച്ചു. അതുകൊണ്ട് ടെലിവിഷൻ മേഖലയിൽ എല്ലാവരും ശത്രുക്കളാണ്, ചിലപ്പോൾ നമ്മുടെ സീരിയലിനെ അത് ബാധിക്കും പുള്ളി ഡയറക്റ്റ് ചെയ്താൽ എന്ന് ചോദിച്ചു. ബാധിക്കൊന്നുമില്ല. എന്നെ അങ്ങനെ എതിർക്കാൻ പറ്റിയ ഒരു ട്രേഡ് യൂണിയനും കേരളത്തിലില്ല, വിവരം അറിയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ FEFCയിൽ നിന്ന് ഞാൻ രാജിവെച്ചപ്പോഴേ ഡയറക്ടേഴ്സ് യൂണിയൻ നിന്ന് രാജിവെക്കുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടും ഐഡൻറ്റി കാർഡ് കൊടുത്ത്. ഓടാവില്ല നിൻ്റെ 1 ലക്ഷം രൂപ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി 10 രൂപ കയ്യില്ലാത്തപ്പോഴാണ് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് ഞാൻ. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ രാജിവെച്ചപ്പോൾ ഇവർ ചിലപ്പോൾ പത്രക്കുറിപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാക്റ്റിൽ നിന്ന് കൊടുക്കുമെന്ന് എനിക്കൊരു അറിവ് കിട്ടി. അതായത് ഇന്ന് മരിച്ച ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ച പയ്യനാണ് എന്നെ വിളിച്ച് പറഞ്ഞാൽ മാറ്റ് ചിലപ്പോൾ ദിനേശ് ചേട്ടനെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഇത് പത്രക്കുറിപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഒരു കത്തയച്ചു, എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് കള്ളക്കുറിപ്പ് കൊടുത്താൽ ഈ എക്സിക്യൂട്ടീവിലിരിക്കുന്ന 21 പേരെക്കുറിച്ച് 21 എപ്പിസോഡ് ചെയ്യും. അതിനുള്ള കണ്ടൻറ്റ് എൻ്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുത്തനും ചെയ്തില്ല, എനിക്കറിയാൻ ചെയ്യില്ല. അത് തന്നെ FEFCD ചെയ്യില്ല, ചെയ്ത വിവരം അറിയും. എന്നിട്ട് പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിനിമാക്കാർ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ കേൾക്കും, ദിനേശിന് പറഞ്ഞു കൊടുക്കാനാണോ? അല്ലാതെ ഉണ്ണികൃഷ്ണന് പോലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജീവിതം ഞാൻ ഇങ്ങനെ ജീവിക്കും, സത്യസന്ധമായി ജീവിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുത്തനെയും പേടിയില്ല. ഒരുത്തനും എനിക്ക് ആകെ ഇപ്പോൾ പേടിയുള്ള സത്യം പറഞ്ഞാൽ എൻ്റെ മകനെ മാത്രമാണ്. കാരണം അവന് മോശം വരുന്നൊന്നും ചെയ്യരുത്. അപ്പോൾ അവൻ ഇപ്പോൾ ഈ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും എൻ്റെ ചോദിച്ചു, അച്ഛൻ സംസാരിച്ച അച്ഛൻ മതിയായില്ല, അച്ഛൻ എന്തിനച്ചാ ഇങ്ങനെ പോയി വിവാദങ്ങളിൽ പെടുന്നതെന്ന് ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ. മകനെ ഒരിക്കലും മോശക്കാരനാക്കരുതെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് സിനിമയും സീരിയലും ഞാൻ ചെയ്തില്ലെങ്കിലും ശ്രീനിവാസൻ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തല്ലിപ്പൊളിയായ 500 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, പറ്റില്ല എന്ന് പറഞ്ഞതാണ് ശ്രീനിവാസൻ പറഞ്ഞു. അതുപോലെ ദിനേശ് ചെയ്തില്ല എന്ന് പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല, സീരിയലിന് സംഭവിക്കില്ല, വേറെ ആണുങ്ങൾ ചെയ്യും. ഞാൻ ചെയ്ത് കുളമാക്കാതെ ഈ യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളാലോചിക്കും 1,40,000 ഇന്നലെ നോക്കുമ്പോൾ 48,000 ആയി. 47,000 ഒരാഴ്ച കൊണ്ട് 48 എന്ന് പറയുമ്പോഴേ ഒരാഴ്ച 1000 കൂടുമ്പോൾ എൻ്റെ ഒരു സന്തോഷം. ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി 1,48 എന്ന് പറഞ്ഞു.
1,48,000 പേര് കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ ആഴ്ചയിൽ 2 ബുധനാഴ്ച ഞായറാഴ്ച 2 ഷോ ചെയ്യുന്ന ഞാൻ, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്ന ഞാൻ, അതുകൊണ്ട് സുഭിക്ഷമായി ജീവിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നിരാശയില്ല. 1,18,00,000 രൂപ കടം സീരിയലെടുത്ത് വന്നപ്പോൾ പോലും താടി വളർത്തുകയോ വെള്ളം അടിക്കുകയോ മുഷിഞ്ഞ ഡ്രസ്സ് ഇടുകയോ നടന്നിട്ടില്ല. ഇനിയും ബാക്കി കുറച്ച് ദിവസം ഉണ്ടാവും. ആ ദിവസം കൂടി ജീവിച്ച് കൊതു തീരാത്ത ഒരാളാണ്. എത്ര ജീവിച്ചാലും മതിയാവില്ല. കാരണം ഈ ഭൂമിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ചോദിച്ചില്ല അവിടെയൊക്കെ വരുമെന്ന്. കാരണം ഇത് നോക്കി നിന്നാൽ എനിക്ക് മതിയാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ ദിനേശ് ജീവിക്കും. ഏതായാലും താങ്കളുടെ വിലപ്പെട്ട ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. പ്രൈം മലയാളത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കും. എനിക്കും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ചാനലും പ്രൈമും ഒരു വലിയ ജനപ്രിയമായ ചാനലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.